നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. പ്രധാന വാർത്തകൾ. മുകേഷിനെതിരായ അന്വേഷണം. വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവമായി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. ADGP MR അജിത് കുമാർ പുറത്തേക്ക്. വാഹനാപകടം, വിദ്യാർത്ഥി മരിച്ചു. മുകേഷിനെതിരായ അന്വേഷണം. വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. നടനും MLAയുമായ മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം മുകേഷ് താമസിച്ചിരുന്ന വടക്കാഞ്ചേരി വാഴാനി റോഡിലെ പ്രമുഖ ഹോട്ടലിലെ മാനേജർ അടക്കമുള്ള ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. 2011 കേസിന് ആസ്പദമായ സംഭവം. VG തമ്പി സംവിധായകനായ നാടകമേ ഉലകം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായാണ് മുകേഷ് വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ താമസിച്ചത്. ഹോട്ടലിലെ 1ാമത്തെ നിലയിലുള്ള മുറിയിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി. സിനിമയിലെ പ്രധാന കഥാപാത്രമായിരുന്നു മുകേഷ്. മുകേഷിന് പുറമെ സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ എന്നിവർ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ചേലക്കര ജാനകിറാം തിയേറ്ററിൽ വെച്ചാണ് സിനിമയുടെ അവസാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരുന്നത്. വടക്കാഞ്ചേരിയിൽ നിന്നും ചേലക്കരയിൽ എത്തിയാണ് മുകേഷ് സിനിമയിൽ അഭിനയിച്ചിരുന്നത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 354, 294B എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോട്ടീസ് നൽകി മുകേഷിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. വിവാദങ്ങൾക്കിടയിൽ ഇതിനകം നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ADGP അജിത ബീഗം ഉൾപ്പെടുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവമായി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവമായി പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം നടപടികൾ സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഞായറാഴ്ചയാണ് ADGPക്കെതിരെ അൻവർ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും മുമ്പ് കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന SP സുജിത് ദാസുമായി ചേർന്നാണ് ഓപ്പറേഷൻ നടത്തിയിരുന്നതെന്നുമാണ് അൻവർ ആരോപിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയമാണെന്നും അൻവർ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ADGP MR അജിത് കുമാർ പുറത്തേക്ക്. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും MR അജിത് കുമാറിനെ മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. പകരം ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനെ നിയമിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയെയും ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സീനിയർ DGPമാരായ A പത്മകുമാർ, യോഗേഷ് ഗുപ്ത എന്നിവരാരുടെയെങ്കിലും നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞാൽ പോലീസ് സേനയിൽ 2ാമത് പത്മകുമാറാണ്. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറാണ്. MR അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങളിൽ DGP ദർവേഷ് സാഹിബും സമീപകാലത്ത് കടുത്ത അതൃപ്തിയിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അടുത്തിടെ DGP അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചു വരുത്തി ശാസിക്കുന്ന സംഭവങ്ങളുമുണ്ടായിരുന്നു. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും കൊലയാളി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും PV അൻവർ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ അറിവോടെയാണോ അജിത് കുമാർ പ്രവർത്തിക്കുന്നതെന്ന സംശയമുണ്ടെന്നും അൻവർ കുറ്റപ്പെടുത്തിയിരുന്നു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാവിലെ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ സന്തോഷ് വർക്കി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ചിറ്റൂർ ഫെറിക്കടുത്തുള്ള വാടക വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ സന്തോഷ് വർക്കി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി 6-ാം തീയതി പരിഗണിക്കാൻ മാറ്റി. ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീത്, അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്.
സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ എന്ന പേരിലെത്തി തന്നെ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ബലാത്സംഗ കേസ്. നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. 5 വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച കാര്യങ്ങളാണ് വീണ്ടും ആരോപിക്കുന്നത്. എന്നാൽ അന്ന് ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരുന്നില്ല. അതിപ്പോൾ മാത്രമാണ് പറയുന്നത്. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പാകും വരെ അറസ്റ്റ് തടയണമെന്നാണ് സിദ്ദിഖിന്റെ ആവശ്യം. 2016 മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ പ്രകാരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. സംഭവം നടന്ന 2016 ജനുവരി 28-ന് 101D മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചിരുന്നതെന്ന് അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു. പരാതിക്കാർക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധന 1 വർഷത്തിനുള്ളിൽ നടത്തണമെന്നും മേൽനോട്ട സമിതി വിലയിരുത്തി. 2011 ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നത് ആദ്യമായാണ്. 2026 സുരക്ഷാ പരിശോധന മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ തീരുമാനം. അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലെ ദുരന്തങ്ങൾക്ക് പിന്നാലെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് വ്യാപക ചർച്ചകൾ നടക്കുകയും ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 152 അടിയും അനുവദനീയമായ സംഭരണ ശേഷി 142 അടിയുമാണ്. 2010 സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2014 അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്ന് 142 അടിയാക്കി ഉയർത്തിയത്. ഇതിനിടെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് 50 വർഷം കഴിഞ്ഞ് മതിയെന്ന നിലപാടുമായി മെട്രോമാൻ E ശ്രീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണമെന്നും ഇതിലൂടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിച്ചാൽ പുതിയ ഡാമിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. CPIM MLA PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. വിഷയം DGP അന്വേഷിക്കും. എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കും. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളെ അതിന്റെ എല്ലാ ഗൗരവവും നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. അതേസമയം പോലീസ് അസോസിയേഷൻ വേദിയിൽ സംസാരിക്കുന്നതിനിടെ അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പോലീസുകാർ വ്യതിചലിക്കരുതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പോലീസ് സംവിധാനങ്ങളെക്കുറിച്ച് ധാരണ വേണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അത്തരക്കാരെ സംസ്ഥാനത്തിന് ആവശ്യമില്ലെന്നും കൂട്ടിച്ചേർത്തു. കേരള പോലീസിന് വലിയ മാറ്റമുണ്ടാക്കാനായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സേന എന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് എത്തി. പോലീസ് ജനസേവകരായി മാറിയെന്നും മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഒരു വിഭാഗം മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഏറെയും. അവർക്ക് മികച്ച പിന്തുണ നൽകും. സൽപ്പേര് കളയുന്നവരെ സർക്കാരിന് കൃത്യമായി അറിയാം. കേരളത്തിലെ പോലീസ് സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല, ഒരു അധികാരവും വേണ്ട KT ജലീൽ. ഇനി ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ലെന്ന് KT ജലീൽ MLA. ഒരധികാരവും വേണ്ട, അവസാന ശ്വാസം വരെ CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും. അതിനായി ഒരു പോർട്ടൽ തുടങ്ങുമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഒരധികാര പദവിയും വേണ്ട, അവസാന ശ്വാസം വരെ CPI സഹയാത്രികനായി തുടരും. നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും. അതിനായി ഒരു പോർട്ടൽ തുടങ്ങും. വിശദവിവരങ്ങൾ ഒക്ടോബർ 2-ന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായി ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അനിശ്ചിതത്വത്തിന് പരിഹാരം കാണുന്നതിനായി വള്ളംകളി പ്രേമികളുടെ പരിശ്രമം വിജയത്തിലേക്ക്.
നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അനിശ്ചിതത്വത്തിന് പരിഹാരം കാണുന്നതിനായി വള്ളംകളി പ്രേമികളുടെ പരിശ്രമം വിജയത്തിലേക്ക് അടുക്കുന്നു. ഈ മാസം 28-ന് വള്ളംകളി നടത്തണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് വള്ളംകളി സംരക്ഷണ സമിതി ഇന്ന് ആലപ്പുഴ കളക്ടർക്ക് നിവേദനം നൽകും. നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ലോകമെമ്പാടും കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി പ്രേമികൾ ഉണർന്നതോടെ വള്ളംകളി നടത്തുമെന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ സർക്കാർ എത്തി. എന്നാൽ കേവലം പ്രഖ്യാപനങ്ങൾ കേട്ട് വീണ്ടും മിണ്ടാതെ കാത്തിരിക്കാനാവില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ജലോത്സവ പ്രേമികൾ. ഓണത്തിനു ശേഷം ഈ മാസം 28-നാണ് ഭൂരിപക്ഷ ക്ലബ്ബ് ഭാരവാഹികളും വള്ളംകളി സംരക്ഷണ സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഭൂരിപക്ഷ ക്ലബ്ബുകളും 28-ാം തീയതി എന്ന തീരുമാനം അംഗീകരിച്ചു. 24-ാം തീയതി വരെ മറ്റു പ്രാദേശിക വള്ളം കളികളുണ്ട്. കളക്ടർ ചെയർമാനായ NTBR സൊസൈറ്റി ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ സാധ്യതയുണ്ട്. വള്ളംകളി നടത്തിപ്പിനായി പ്രതിപക്ഷവും പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ്. ബുധനാഴ്ച മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്ത് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സർക്കാർ തീയതി പ്രഖ്യാപിക്കാത്തത് സംശയാസ്പദമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇനി തുഴച്ചിൽക്കാർക്ക് ചുരുങ്ങിയത് 2 ആഴ്ച കാലത്തെ ട്രയൽ വേണം. ടീമുകളെല്ലാം പിരിച്ചുവിട്ടതിനാൽ പുറത്തുനിന്നുള്ള തുഴച്ചിലുകാരെ അതിവേഗം തിരിച്ചെത്തിക്കുന്നതും വെല്ലുവിളിയാണ്. പുതിയ തീയതിക്ക് നാട്ടിൽ എത്താൻ കാത്തുനിൽക്കുന്ന 100 കണക്കിന് വള്ളംകളി ആരാധകരുമുണ്ട്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സത്യാവസ്ഥ പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സത്യാവസ്ഥ പുറത്തുവരാൻ കാത്തിരിക്കുകയാണെന്ന് നടി വിൻസി അലോഷ്യസ്. ലൈംഗികാതിക്രമങ്ങൾ തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല. പറഞ്ഞ വേതനം ലഭിക്കാത്ത സാഹചര്യം തനിക്ക് ഉണ്ടായിട്ടുണ്ട്. കോൺട്രാക്റ്റ് ഇല്ലാതെ സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോഴാണ് തങ്ങളും ആ നീതികേടിന് കീഴിലാണെന്ന് വ്യക്തമായത്. പവർ ഗ്രൂപ്പ് തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, എന്നാൽ ഒരു ആധിപത്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത നടൻ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന നിലയ്ക്കാണ് ആധിപത്യം. മലയാള സിനിമയിൽ എതിർത്ത് സംസാരിക്കുന്നവരെ മാറ്റി നിർത്തുന്ന സമീപനമുണ്ടായിട്ടുണ്ട്. ചില വിഷയങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ നീ വന്നിട്ട് 5 വർഷം ആയിട്ടേയുള്ളൂവെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളറുടെ നേതൃത്വത്തിലാണ് മലയാള സിനിമയിൽ പലതും നടക്കുന്നത്. സിനിമയിൽ ഒരു ആധിപത്യമുണ്ട്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നു. അതുവഴി സിനിമ ഇല്ലാതാവുന്നുണ്ട്. അതാണ് താൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും നടി പറഞ്ഞു. തനിക്ക് സിനിമയിൽ ഒരു ഇടവേള ഉണ്ടായത് അവകാശങ്ങളെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടായിരിക്കും എന്ന് കരുതുന്നുവെന്നും നടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. വാഹനാപകടം, വിദ്യാർത്ഥി മരിച്ചു. വല്ലച്ചിറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വെള്ളാങ്കല്ലൂർ കുന്നത്തൂർ കോട്ടപ്പുറം വീട്ടിൽ 19 വയസ്സുള്ള അബിയാണ് മരിച്ചത്. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ കാരളം കൂത്താട്ടുപറമ്പിൽ വീട്ടിൽ റാമിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9-നായിരുന്നു അപകടം. ഇരുവരും തൃശൂർ വിഷൻ അക്കാദമി ഏവിയേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ഷൊർണൂർ 1-ാം ലെവൽ ക്രോസ് 4, 5 തീയതികളിൽ അടച്ചിടും. ഷൊർണൂർ ചേലക്കര റൂട്ടിൽ ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ 1/800 മുതൽ 900 ലെവൽ ക്രോസ് സെപ്റ്റംബർ 4 രാവിലെ 10 മുതൽ സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണിവരെ അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കും. പ്രസ്തുത സമയത്ത് വാഹനങ്ങൾ പാഞ്ഞാൾ വാഴക്കോട് റോഡ് വഴി തിരിഞ്ഞു പോകണമെന്ന് ഷൊർണൂർ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. കേരള ആർട്ടിസൻസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കൈവേല തൊഴിലാളികൾ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള ആർട്ടിസൻസ് യൂണിയൻ CITUയുടെ നേതൃത്വത്തിൽ കൈവേല തൊഴിലാളികൾ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 100 കണക്കിന് ആളുകൾ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ധർണ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി രോഗം വന്ന ഏകദേശം 90-95% ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലുള്ള ആ രോഗം പോലും ബാധിക്കപ്പെട്ട ആളിൽ നിന്ന് മറ്റു പലരിലേക്കും കടക്കാത്ത നിലയിലുള്ള അതിസങ്കീർണമായ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനം രൂപപ്പെടുത്തുക. പ്രളയത്തിന് ശേഷമാണ് കോവിഡ്. ലോകം മുഴുവൻ കീഴടക്കിയ കോവിഡിനെ നമ്മുടെ സംസ്ഥാനം നേരിട്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് അത് നേരിടുന്നതിന് വേണ്ടി നടത്തിയ ക്രമീകരണങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ചതാണല്ലോ. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വേറെ എവിടെയെങ്കിലും അങ്ങനെ രൂപപ്പെടുത്തിയിരുന്നുവോ? നമുക്കറിയാം, തൃശ്ശൂര് മെഡിക്കൽ കോളേജിലേക്കാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആദ്യത്തെ ഇന്ത്യയിലെ കോവിഡ് രോഗിയെ കൊണ്ടുവരുന്നത്.
ആർട്ടിസാൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി അബികേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം CA സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. തീവണ്ടി ഗതാഗതത്തിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. രാജ്യത്തെ തീവണ്ടി ഗതാഗതത്തിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ റെയിൽവേ പുറത്തിറക്കി. ഇന്ത്യൻ റെയിൽവേയുടെ മാറുന്ന മുഖമാണിത്. കിതച്ചോടുന്ന ട്രെയിനുകളോടും പൊട്ടിപ്പൊളിഞ്ഞ കോച്ചുകളോടും സമീപഭാവിയിൽ തന്നെ നമ്മൾ ബായ് പറയും. യാത്ര സുഖവും സുരക്ഷയും മുൻനിർത്തിയുള്ള പ്രത്യേക രൂപകൽപ്പന, ഓരോ ബർത്തിലും പ്രത്യേക റീഡിംഗ് ലൈറ്റുകളും USB പോർട്ടുകളും, ആരും കൊതിച്ചു പോകുന്ന മോഡുലാർ കിച്ചൺ, ശുചിമുറിയിൽ ചൂടുവെള്ളം തുടങ്ങിയ മോഹിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഇന്നലെ പുറത്തിറങ്ങിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലുള്ളത്. 3 മാസത്തിനകം ട്രെയിൻ ട്രാക്കിലേറും. ഭാരതി എർത്ത് മൂവിലേഷ് ലിമിറ്റഡിന്റെ ബാംഗ്ലൂരിലെ ഫാക്ടറിയിലാണ് നിർമ്മാണം. 10 ദിവസത്തെ പരീക്ഷണോട്ടം കൂടി പൂർത്തിയാകുന്നതോടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിലേക്ക് കടക്കും. മാസത്തിൽ 3 ട്രെയിനുകൾ വീതം പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓരോ ട്രെയിനിലും 11 തേർഡ് AC, 4 സെക്കൻഡ് AC, ഒരു ഫസ്റ്റ് ക്ലാസ് അടക്കം 10 കോച്ചുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ താറാവ് കൂട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. താറാവ് കൂട്ടിൽ നിന്നും ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി കോട്ടുക്കൽ വീട്ടിൽ ഷാജിയുടെ പെരയിടത്തിൽ നിന്നാണ് ഞായറാഴ്ച രാത്രി നാട്ടുകാർ ചേർന്ന് പാമ്പിനെ പിടികൂടിയത്. താറാവുകളുടെ കരച്ചിൽ കെട്ടെത്തിയ വീട്ടുകാരാണ് താറാവ് കൂട്ടിൽ താറാവിനെയും വിഴുങ്ങിക്കിടക്കുന്ന പാമ്പിനെ കണ്ടത്. തുടർന്ന് മറ്റു താറാവുകളെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് മാറ്റി പാമ്പിനെ കൂടിനകത്ത് പൂട്ടിയിട്ടു. തുടർന്ന് നാട്ടുകാരെത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. 18 കിലോയിലധികം തൂക്കം വരുന്ന പാമ്പിനെയാണ് പിടികൂടിയത്. ഇവിടെ നിന്നും 5ാം തവണയാണ് മലമ്പാമ്പുകളെ പിടികൂടുന്നത്. ന്യൂസ് ബ്യൂറോ, പുതുക്കാട് ന്യൂസ്. വിദേശ മദ്യം സൂക്ഷിച്ച് വിറ്റിരുന്നയാളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. വിദേശ മദ്യം സൂക്ഷിച്ച് വിറ്റിരുന്നയാളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. തലപ്പള്ളി താലൂക്ക് പല്ലൂർ കോളനി ദേശത്ത് കുളങ്ങര മഠം വീട്ടിൽ താരുമകൻ കൃഷ്ണൻകുട്ടിയെയാണ് 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് സർക്കിൾ ഓഫീസർ PA ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദേശ മദ്യം പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ CA സുരേഷ്, CEO പ്രശോഭ്, അർജുൻ, നിതീഷ്, അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഉത്രളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന് ഇക്കുറി സെയ്തലവി കാഴ്ചപ്പന്തലൊരുക്കും. പ്രസിദ്ധമായ ഉത്രളിക്കാവ് പൂരത്തിന്റെ കാഴ്ചപ്പന്തൽ ഒരുക്കുന്നതിനായുള്ള ചുമതല ചെറുതുരുത്തി ആരാധന പന്തൽ വർക്സ് ഉടമ സെയ്തലവിക്ക് നൽകി. എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് TP ഗിരീശൻ അഡ്വാൻസ് തുക കൈമാറി. സെക്രട്ടറി സുരേഷ് കുമാർ PR, വർക്കിംഗ് പ്രസിഡന്റ് AV സുഭാഷ്, രക്ഷാധികാരി PG രവി എന്നിവർ പങ്കെടുത്തു. 2025 ഫെബ്രുവരി 25-നാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കുടുംബശ്രീ വനിതകൾ നട്ടുവളർത്തിയ ചെണ്ടുമല്ലി പൂന്തോട്ടങ്ങളിലെ വിളവെടുപ്പ് നടന്നു. അവണൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾ നട്ടുവളർത്തിയ ചെണ്ടുമല്ലി പൂന്തോട്ടങ്ങളിലെ വിളവെടുപ്പ് നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് പൂക്കളമിടാൻ ഇക്കുറി അന്യസംസ്ഥാനത്ത് നിന്നുള്ള പൂക്കളെ ആശ്രയിക്കേണ്ടി വരില്ലെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. തലപ്പള്ളി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലായി ചെണ്ടുമല്ലി പൂ വിളവെടുപ്പ് നടന്നു. അത്തം ദിവസമായ വെള്ളിയാഴ്ചയ്ക്ക് മുൻപായി കൂടുതൽ തോട്ടങ്ങളിലെ വിളവെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ടൗൺ NSS കരയോഗം കുടുംബസംഗമം നടന്നു. ടൗൺ NSS കരയോഗം കുടുംബസംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്നവരുമായ ഡോക്ടർമാർ, വ്യാപാരികൾ, പത്രപ്രവർത്തകർ, സാഹിത്യകാരന്മാർ തുടങ്ങിയവരെയും ഉപഹാരം നൽകിയും ഷാൾ അണിയിച്ച് അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. യൂണിയൻ ഹാളിൽ നടത്തിയ സംഗമം NSS ഡയറക്ടർ ബോർഡ് അംഗം P ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി S ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം പ്രസിഡന്റ് K കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. NSS ഇൻസ്പെക്ടർ N രാധാകൃഷ്ണൻ, ഡോക്ടർ പ്രഭാകരൻ, കരയോഗം സെക്രട്ടറി T സുഭാഷ്, വനിതാ സമാജം പ്രസിഡന്റ് വീണ വേണുഗോപാൽ, K നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓണസദ്യയും നൽകി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് 200 രൂപ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഇന്ന് പവന് 200 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 53,360 എത്തി.
ഗ്രാമിന് 25 രൂപയാണ് താഴ്ന്നത്. 6670 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. 20 ദിവസത്തിനിടെ ഏകദേശം 3000 രൂപ വർദ്ധിച്ച് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരമായ 53,720 രൂപയിലേക്ക് എത്തിയ ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത്. കഴിഞ്ഞ മാസം 28-നാണ് 53,720 രൂപയിലേക്ക് സ്വർണ്ണവില കുതിച്ചത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് ഓട്ടുപാറയിലെ ഒരു പാത്രക്കട. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് ഓട്ടുപാറയിലെ ഒരു പാത്രക്കട. ഓട്ടുപാറയിലെ പ്രമുഖ പാത്രക്കടയായ ജനതയാണ് ഓട്ടോ സാരഥികൾക്കായി ഓണസമ്മാനമൊരുക്കിയത്. ഓട്ടോയ്ക്കൊരു ഓണക്കോടി എന്ന പരിപാടി ഓട്ടുപാറയിലെ ജനത പാത്രക്കടയിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു. ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലയിൽ ഇന്ന് ഈ ബിസിനസ് ഇത്രയധികം നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഓട്ടോറിക്ഷക്കാരാണ്. സംഗതി മാർഗതടസ്സത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ പോലും ഒരു കസ്റ്റമർ കടയിൽ കയറുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ കസ്റ്റമർ പറയും. ഒരുപക്ഷെ ഓട്ടോറിക്ഷക്കാരനായിട്ട് പരിചയമുണ്ടെങ്കിൽ ചോദിക്കും, ഇങ്ങനെ എനിക്ക് സാധനങ്ങൾ മേടിക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷക്കാർ സ്വാഭാവികമായിട്ട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, റോയുടെ കടയിൽ പോകാം, അവിടെ അത്ര നല്ല എല്ലാ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനക്കാർ അങ്ങനെ ഓട്ടോറിക്ഷക്കാർ കറക്റ്റായിട്ടുള്ള ആ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന വളരെ കൃത്യമായി ചെയ്യുന്നതാണ്. ഞാൻ റോയായിട്ട് സംസാരിച്ചു, റോയ് പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. ഒരു വർഷം ഇതേമാതിരി തന്നെ ആ കോവിഡിൻ്റെ സമയത്താണ് എനിക്ക് തോന്നുന്നത് വേപ്പറൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തു. പിന്നത്തെ ഒരു വർഷം സ്കൂൾ കുട്ടികൾക്കായിട്ട് സ്കൂളും മറ്റേ ബാഗും ബുക്കും എല്ലാം കൊടുത്തിരുന്നു. ഇന്ന് അതിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓണക്കോടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടു നടക്കുന്നത്. ഞാൻ പലപ്പോഴും ജനതാ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നതാണ്, ജനകീയരാണിത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കച്ചവടം ചെയ്ത് ഇന്ന് നല്ല അഭിവൃദ്ധി എത്തിയിരിക്കുന്ന ഗ്രൂപ്പാണ് ജനതാ ഗ്രൂപ്പ്. കാരണം എല്ലാ മേഖലയിലും സ്വർണ്ണ മേഖലയുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുമായി തന്നെ ടോറി ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ സത്യസന്ധമായി ഈ സ്ഥാപനം നടക്കണം. കാരണം 1-2 തലമുറയായിട്ട് ഈ ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ അത് വിശ്വസ്തരായി ജനങ്ങൾക്ക് വിശ്വസ്ത ഉണ്ടെങ്കിൽ മാത്രമേ 1-2 തലമുറയിലേക്ക് ഈ സ്ഥാപനം നീങ്ങുള്ളൂ. നഗരസഭാ കൗൺസിലർ PN വൈശാഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി PN ഗോകുലൻ, ട്രഷറർ PP അബ്ദുൽ സലാം, പ്രൊപ്രൈറ്റർ അഡ്വക്കേറ്റ് റോയ് ഫ്രാൻസിസ്, മാനേജർ ഷാജു എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിലെ ഈ ജനകീയ സർവീസ് എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും അത് ഓട്ടോറിക്ഷ തന്നെയാണ്. ജനകീയ വാഹനം സാധാരണക്കാരന് ഏറ്റവും അധികം ബന്ധപ്പെട്ട് അത് ആശുപത്രിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, മറ്റ് പർച്ചേസുകളിലേക്ക് പോകുമ്പോഴും എല്ലാം ഏത് വീട്ടിലും ഓട്ടോറിക്ഷക്കാരുമായിട്ടൊരു ബന്ധം എല്ലാ വീട്ടുകാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഏത് സാധാരണക്കാരനും ഏത് അത്യാവശ്യത്തിനും വിളിച്ചാൽ ഓടി വരുന്നത്, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അവിടെ ആദ്യം എത്തുന്നതും ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതൊക്കെ ഓട്ടോറിക്ഷക്കാരാണ്. ആ ജനകീയമായിട്ടുള്ള ആളുകളെ ഓട്ടോറിക്ഷക്കാരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് ജനതയാണ്. ജനത ഹോം അപ്ലയൻസ് തന്നെയാണ്. റോയറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കോവിഡ് സമയത്ത് വേപ്പറൈസറും, കഴിഞ്ഞ വർഷം ഓട്ടോറിക്ഷക്കാരുടെ മക്കൾക്ക് പഠനത്തിന് വേണ്ട കിറ്റുകൾ വിതരണം ചെയ്തു. അങ്ങനെ ഓരോ വർഷവും വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട റോയറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വടക്കാഞ്ചേരിയിലെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് ജനതാ സേവന രംഗത്ത് വടക്കാഞ്ചേരിയിൽ ഒരു വ്യത്യസ്തമായ മേൽവിലാസം സ്ഥാപിച്ച ഒരു ഗ്രൂപ്പാണ് ജനത. അതിൽ തന്നെ റോയിയുടെ നേതൃത്വത്തിലുള്ള J4 ഹോംസ് എന്ന ഈ പാത്ര കട എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന, പച്ചക്കറി പലചരക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ J4 ഹോംസ് റോയുടെ നേതൃത്വത്തിലുള്ള ജനത സ്റ്റോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റുള്ള പലരും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് അതിൻ്റേതായ ലാഭം അവരുടെ മേശയ്ക്കുള്ളിലാക്കിയതിന് ശേഷം മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുക. നേരെ മറിച്ച് യാതൊരു ലാഭേച്ഛ കൂടാതെ സേവനം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട്, മറ്റുള്ളവരുടെ ഉന്നമനം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട്, അതുപോലെ ഞാൻ സമ്പാദിക്കുന്ന സംഖ്യയിൽ നിന്ന് നല്ലൊരു ശതമാനം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ കൊല്ലവും നടത്തി വരുന്ന ഈ ഓണത്തിന് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ
ഈ കൊല്ലം വടക്കാഞ്ചേരി ഓട്ടുപാറ അതേപോലെ തന്നെ ആറങ്ങോട്ടുകര ദേശമംഗലം പാർലിക്കാട് മേഖലയിലെ എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും എല്ലാ ദിക്കിലേക്കും നമ്മളെ കൊണ്ടു നടക്കുന്ന സാരഥികളുടെ ഓണം ഗംഭീരമാകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഓണക്കോടി, ഓണക്കോടി തന്നെയാണല്ലോ പ്രധാനം. അപ്പോൾ ആ ഓണക്കോടി കൊടുത്തുകൊണ്ട് ഈ കൊല്ലവും സാമൂഹ്യ സേവന രംഗത്ത് വെന്നിക്കൊടി നാട്ടിക്കൊണ്ട് റോയിയുടെ കൂടെയുള്ളവരും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മൾ വർഷം തോറും സമൂഹത്തിന് ഏറ്റവും ചിന്താപേക്ഷിതമായ ഒരു സമൂഹമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ സാരഥികൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അവരാണ് നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്നത് എന്ന് ഞാൻ പറയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വ്യാപാരം തരുന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് എത്തിച്ചു തരുന്ന, നമ്മളോട് എന്നും ചേർന്ന് നിൽക്കുന്ന, അതുകൊണ്ട് തന്നെ നമ്മൾ അവരോടും ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മളെ കൊണ്ടാവുന്ന ഒരു ഉപഹാരം, ഒരു ചെറിയൊരു സമ്മാനം എല്ലാ വർഷവും കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഓട്ടോയ്ക്ക് ഒരു ഓണക്കോടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരനല്ല, ഓട്ടോയ്ക്കാണ് ഓണക്കോടി. അപ്പോൾ ഓട്ടോയ്ക്ക് ഒരു ഓണക്കോടി എന്ന് പറയുന്നൊരു പദ്ധതിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ അജിത് നല്ലയുടെ എത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൈവിട്ടു പോകുന്ന കല്യാണങ്ങൾ കാണാം എനി ടൈം ന്യൂസ് സ്പെഷ്യൽ. വിവാഹങ്ങൾ ആർഭാടവും ധൂർത്തുമാക്കുമ്പോൾ രക്ഷിതാക്കൾ കടക്കെണിയിലാകുന്നതായി റിപ്പോർട്ട്. അടുത്തിടെയായി കൂടുതലും ഹൈന്ദവ സമൂഹത്തിലാണ് ഏറെ ആർഭാടത്തോടും വളരെയധികം പണം ചെലവഴിച്ചും ന്യൂജൻ കല്യാണങ്ങൾ നടക്കുന്നത്. 10 വർഷം മുമ്പ് വരെ ഒരു വിവാഹ നിശ്ചയത്തിലും കല്യാണത്തിലും വിവാഹം കഴിഞ്ഞാൽ പാർട്ടിയിലും ഒതുങ്ങി നിന്നിരുന്ന വിവാഹാഘോഷങ്ങൾ ഇന്ന് അത്തരത്തിലല്ല നടക്കുന്നത്. വിവാഹ ചടങ്ങിനെ വെല്ലുന്ന വിവാഹ നിശ്ചയ ചടങ്ങ്, സേവ് ദ ഡേറ്റ്, ഫോട്ടോഷൂട്ട്, ബാച്ചിലർ പാർട്ടി, മെഹന്തി, ഹൽദി, സംഗീത്, വിവാഹം, വിവാഹ റിസപ്ഷൻ, പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട്, വിദേശ രാജ്യങ്ങളിൽ വെച്ചുള്ള ഫോട്ടോഷൂട്ട് എന്നിങ്ങനെ ആഴ്ചകൾ നീളുന്നതാണ് ഇപ്പോഴത്തെ ന്യൂജൻ വിവാഹം. ഇത്തരത്തിൽ നടക്കുന്ന അപൂർവ ചടങ്ങിനും ചിലവുകളേറെയാണ്. ഓരോ ഫംഗ്ഷനും പ്രത്യേകം ഡ്രസ്സുകൾ വേണം. ഓരോ ഡ്രസ്സിനും 10,000 മുതൽ ലക്ഷങ്ങൾ വരെ വില വരും. ഇതിനു പുറമെ കുടുംബത്തിലെയും കൂട്ടുകാരുടെയും വസ്ത്രങ്ങളുടെ കളർ കോഡിനും നല്ല പണം ചിലവാക്കണം. വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പുറമെ സംഗീത്, ഹൽദി എന്നിവയ്ക്ക് പ്രത്യേക ഹാളുകൾ, സ്റ്റേജ്, അലങ്കാരങ്ങൾ, പ്രൊഫഷണൽ ഈവന്റ് മാനേജ്മെന്റ്, പെണ്ണിനെയും ആണിനെയും ഒരുക്കാനുള്ള മറ്റു ചിലവുകൾ, ഇതെല്ലാം കൂടിയാകുമ്പോൾ ലക്ഷക്കണക്കിന് തുക ചെലവാക്കേണ്ടതായി വരും. പണം മുടക്കുന്നത് മാതാപിതാക്കളാണ്. സ്വന്തം കുടുംബത്തിൻ്റെ ഭദ്രത നോക്കാതെയാണ് കുട്ടികൾ അവരുടെ വിവാഹങ്ങൾ ആർഭാടമാക്കാൻ രക്ഷിതാക്കളെ പ്രേരിപ്പിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ കൊഴുപ്പിക്കണമെന്നല്ലാതെ അതിൻ്റെ ചിലവിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. മക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലരും കിടപ്പാടത്തിൻ്റെ ആധാരം പണയപ്പെടുത്തിയും വായ്പയെടുത്തുമാണ് വിവാഹങ്ങൾ നടത്തുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുക്കുന്ന തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലരും ആത്മഹത്യയുടെ വക്കീൽ വരെ എത്തുന്ന സംഭവങ്ങളും ഏറി വരികയാണ്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.